കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം. കാണാതെ പോയതിനെ രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ഈ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ലൂക്കോസ് 19-ന്റെ 1-ാം വാക്യം മുതൽ വായിച്ചു വരുമ്പോൾ യെരിഹോവിൽ യേശു വന്നു. യേശുവിനെ കാണുവാനായി സഖായി വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ യെരിഹോവിലെ ജീവിതങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ, യെരിഹോവിൽ ഒരു ഉണർവ്യോഗം നടത്തുവാൻ യേശു യെരിഹോവിലേക്ക് വന്നപ്പോൾ യേശുവിനെ കാണാനായിട്ട് സഖായി വീട്ടിൽ നിന്ന് ഇറങ്ങി. അവൻ്റെ ആ നല്ല ആഗ്രഹം ത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം അവന് ഈ ലോകത്തിലെ പ്രമുഖരെ കാണാനല്ലല്ലോ പോയത്. ഈ ലോകത്തിലെ ഉന്നതന്മാരെയോ രാഷ്ട്രീയ നേതാവിനെയോ അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള വ്യക്തിത്വങ്ങളെ കാണാനല്ലല്ലോ അവൻ കടന്നുപോയത്. യേശുവിനെ കാണാനാണല്ലോ കടന്നുപോയത്. പക്ഷേ അവൻ പോയെങ്കിലും യേശു നടുക്കും യേശുവിനെ ചുറ്റും പുരുഷാരും നിന്നതുകൊണ്ട്, സഖായി വളർച്ചയിൽ കുറിയനായതുകൊണ്ട് യേശുവിനെ കാണാൻ അത് കഴിഞ്ഞില്ല. അതുകൊണ്ട് കാണാതെ വന്നതിൻ്റെ പേരിൽ അവനെ മുമ്പോട്ടോടി ഒരു കാട്ടത്തിയുടെ മണ്ടയിൽ കയറി അവിടെ MRF ടയർ വളഞ്ഞിരിക്കുന്നത് പോലെ അവന് അവിടെ ഇരുന്നു. എന്നാൽ യേശു ഈ സഖായി എങ്ങോട്ട് പോയോ ആ വഴിയിലൂടെ സഖായി വരുവാനും ആ കാട്ടത്തിയുടെ അല്ലെങ്കിൽ അത്തിയുടെ കീഴിൽ യേശു അന്ന് ഉണർവ്യോഗം നടത്തുവാനിടയായിട്ടു. ആ ഉണർവ്യോഗത്തിൻ്റെ സാന്നിധ്യത്തിൽ യേശു തല ഉയർത്തി നോക്കിയപ്പോൾ സഖായി അത്തിയേലിരിക്കുന്നത് കണ്ടു. അവനെ വിളിക്കുന്നു, സഖായിയെ, നീ വേഗം ഇറങ്ങി വാ, ഇന്ന് നിൻ്റെ ഭവനത്തിനകത്ത് ഞാൻ പാർക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അർഹതയില്ലാത്ത സ്ഥാനത്ത്, ആമേൻ, ഹല്ലേലൂയ, സഖായിയുടെ വീട്ടിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു ക്ഷണിതാവ്, ആമേൻ, അതേ സ്തോത്രം, ഹല്ലേലൂയ, അതേ കടന്നു വരുന്നതായി കാണുവാൻ. അർഹതയില്ലാത്ത ഒരു സ്ഥാനത്ത്, ആമേൻ, യേശു കർത്താവ്, ആമേൻ, സഖായിയുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട്. അപ്പോൾ അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ചോദ്യം, കയറിപ്പോയതാണോ എളുപ്പം, ആട്ടത്തിയുടെ മേലിൽ കയറിയതാണോ എളുപ്പം, ഇറങ്ങിയതാണോ എളുപ്പം എന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, കയറിയത് എളുപ്പമാണ്, പക്ഷേ ബന്ധപ്പെട്ടിറങ്ങിയെന്നാണ് വായിക്കുന്നത്. എന്തായാലും ഇറങ്ങി വന്നു. സഖായിയുടെ തോളത്ത് കൈയിട്ട്, ആമേൻ, യേശു സഖായിയുടെ ഭവനത്തിലേക്ക് കടന്നു പോകുവാനിടയായി. ഈ ലോകത്തിലെ ഏതൊരു വ്യക്തി നമ്മുടെ ഭവനത്തിൽ വരുന്നതിനേക്കാൾ ഏറ്റവും വലിയ, ആമേൻ, അനുഗ്രഹം എന്ന് പറയുന്നത്, ആമേൻ, ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് യേശു കർത്താവ് അവിടെ വരുന്നതായി കാണുവാനായിട്ട് കഴിയുന്നു. ആമേൻ, ആമേൻ. അപ്പോൾ യേശു സഖായിയുടെ വീട്ടിൽ വന്നതുകൊണ്ട് യേശുവിൻ്റെ ഹിതമറിഞ്ഞ് സഖായി ഒരുക്കുവാൻ ഇടയായിരുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ ഹിതമറിഞ്ഞ് ജീവിക്കാതെ, നമ്മുടെ ഇഷ്ടമറിഞ്ഞ് പോകാതെ, ആമേൻ, ദൈവത്തിൻ്റെ ഇഷ്ടമറിഞ്ഞ് ജീവിക്കുവാനും പോകുവാനും, ആമേൻ, ദൈവത്തിനു വേണ്ടി ഒരുക്കുവാനും നമ്മൾ പ്രാപ്തരാകുന്നെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കുന്നു. അബ്രഹാമിൻ്റെ വീട്ടിൽ സഖായിയുടെ വീട്ടിൽ യേശു കടന്നു വന്നത് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി തീരുവാനിടയായി തീർന്നു. ആമേൻ. വേണ്ടുന്നതെല്ലാം ദൈവഹിതം അനുസരിച്ച് ഒരുക്കുവാനിടയായി. ഇതുപോലെ, ആമേൻ, മറിയ കർത്താവിൻ്റെ ഹിതമറിഞ്ഞ് ഒരുക്കുന്നു. കല്ലറയിലേക്ക് അവളെ ഒരുക്കിക്കൊണ്ട് വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, ആമേൻ. ഒരുക്കുവാൻ കൂടെ ശിഷ്യന്മാരില്ല, വേറെ ആരുമില്ല. അവൾ തന്നെ രാത്രിയിൽ ഉറക്കമില്ലാതെ ആ സുഗന്ധദ്രവ്യം ഒരുക്കി രാവിലെ ഏർലി മോർണിംഗിൽ കല്ലറയിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ഒരുക്കിയവൾ, ആമേൻ, യേശുവിനെ പൂശുവാനായിട്ട് കൊണ്ടുവന്ന തൈലം, ആമേൻ, കൊണ്ടുവരുമ്പോൾ, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി ആര് ഈ കല്ല് ഉരുട്ടി മാറ്റുമെന്നൊരു ചോദ്യം അവിടെ മുമ്പിലുണ്ടായി. പ്രതികൂലത്തിൻ്റെ നടുവിൽ കൂടെയുള്ള യാത്രയാണ്, ഇരുട്ട് മാറിയിട്ടില്ല. എന്നാൽ ഒരു ചോദ്യമുണ്ടായി. ഈ ചോദ്യത്തിൻ്റെ നടുവിൽ തന്നെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവർക്ക് എതിരെ നിന്ന കല്ലുകൾ
ഹല്ലേലൂയ പ്രതികൂലങ്ങൾ അവർക്ക് വേണ്ടി ഉരുട്ടിക്കളഞ്ഞു. ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് ശ്രവിക്കുന്ന, ഈ എപ്പിസോഡ് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിൻ്റെ കുടുംബത്തിനെതിരെ ശത്രു ഉരുട്ടിവെച്ച കല്ലുകൾ, തലമുറയ്ക്കെതിരെ, വിദ്യാഭ്യാസത്തിനെതിരെ, ഉയർച്ചയ്ക്കെതിരെ, ഭാവി നന്മയ്ക്കെതിരെ ശത്രു ഉരുട്ടിവെച്ച കല്ലുകൾ ഇന്ന് പകൽക്കാലം ആരുരുട്ടുമെന്നുള്ള ചിന്താഗതിയോടെ, ഭാരത്തോടെ ആയിരിക്കുന്നെങ്കിൽ സമീപിക്കൂ, പ്രാർത്ഥിക്കൂ, ആരാധിക്കൂ. ദൈവത്തിൽ വിശ്വസിക്കൂ. നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൂതൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഉണ്ട്. അതനുഭവിച്ചറിയുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. കല്ല് ഉരുട്ടി മാറ്റി, കല്ലറ പൊട്ടി. യേശു ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണാൻ മറിയയ്ക്ക് കഴിഞ്ഞില്ല. കല്ലിന്മേലിരുന്ന ദൂതൻ്റെ അടുക്കൽ ചെന്ന് യേശു എവിടെയെന്ന് ചോദിപ്പാൻ ഇടയായി. ദൂതൻ പറഞ്ഞു, അവൻ ഇവിടില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞു. എന്നാൽ ആ സന്തോഷത്തോടെ അവൾ ഹല്ലേലൂയ ശിഷ്യന്മാരുടെ അടുക്കലേക്ക്, ഹല്ലേലൂയ സ്തോത്രം, ആ സന്തോഷത്തോടെ അവൾ പോകുവാനിടയായി തീർന്നു. ഒരു നല്ല ഗുഡ് ന്യൂസ് അവൾക്ക് ലഭിക്കാനിടയായി. ഉയർപ്പിൻ്റെ ഒരു നല്ല ഗുഡ് ന്യൂസ് ഹല്ലേലൂയ അവൾക്ക് ലഭിക്കാനിടയായി തീർന്നു. ആകയാൽ ഈ ചോദ്യത്തിൻ്റെ നടുവിൽ നല്ലൊരു ഗുഡ് ന്യൂസ് നിൻ്റെ ഭവനത്തിലേക്ക് ദൈവം തന്ന്, തലമുറയുടെ ജീവിതത്തിലേക്ക് ദൈവം തന്ന്, പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം തന്ന് മാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മെസ്സേജ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഈ ദൂത് കേട്ട ജനത്തിനായി സ്തോത്രം. ഈ പ്രതികൂലങ്ങളിൽ കൂടെ, പ്രശ്നങ്ങളിൽ കൂടെ, പ്രതിസന്ധിയിൽ കൂടെ ആരെങ്കിലും പോകുന്നെങ്കിൽ അവരെ വിടുവിക്കുകയും ദൈവത്തിൻ്റെ അരുളപ്പാട് അവർക്കുണ്ടാകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മയ്ക്കെല്ലാം ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.